ഹലോ ഫ്രണ്ട്സ്, അച്ചൂസ് ഇലക്ട്രിക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീടുകളിൽ കാണുന്ന മാസ്റ്റർ വയറിങ്ങിൻ്റെ ഒരു പുതിയ അപ്ഡേഷനായിട്ടാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ കാണിക്കുന്നത്. മാസ്റ്റർ വയറിങ്ങിൻ്റെ പുതിയ അപ്ഡേഷൻ എങ്ങനെയാണ് ചെയ്യുക അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ പേജ് കാണുന്നതെങ്കിൽ ഈ നമ്മളെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു സിംഗിൾ ഫേസ് ഡി ബി ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ലാച്ചറിലെ വരുന്നത്. സ്നൈഡറിൻ്റെ ലാച്ചറിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ 2 RCC വെച്ചാണ് ഈ ഡി ബി ചെയ്തിട്ടുള്ളത്. അത് ഇൻവെർട്ടറിന് സെപ്പറേറ്റ് RCB എന്നാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ താഴെ കാണുന്ന സ്നൈഡറിൻ്റെ MCB ആണ് ലാച്ചറിലെ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതാണ് ബെൽ പുഷ് വരുന്നത്. ബെൽ പുഷ് നമ്മൾ ഓരോ റൂമിലും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമ്മൾ ബെൽ പുഷ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ മാസ്റ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് വിശദമായിട്ട് ഞാനൊരു പേപ്പറിൽ വരച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു തരാം. അതിൻ്റെ മുഴുവൻ കണക്ഷൻസ് അതുപോലെ എത്ര വയർ ഉപയോഗിക്കണം എന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ വരച്ചുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റിലേ ഇവിടെ വരച്ച് കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ റഫായിട്ട് വരച്ചാണ് നമ്മളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ റിലേക്ക് 4 കോയിലുകളുള്ളത്. 1 2 3 4. അതിൽ ഫസ്റ്റത്തെ കോയിലിന് 1 നമ്പർ കൊടുക്കാം. രണ്ടാമത്താണ് A1. അതുപോലെ നേരെ താഴത്ത് A2, താഴത്ത് A2 അടിയിൽ 2. പിന്നെ അതുപോലെ നമ്മളെ ബെൽ സ്വിച്ച് നമുക്ക് എത്രയും ബെൽ സ്വിച്ച് നമുക്ക് വെക്കാം. സാധാരണ റൂമുകൾ അതുപോലെ ഡൈനിങ് ഹാളുകൾ, കിച്ചൺ അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ വെക്കാറുള്ളത്. എല്ലായിടത്തും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാ സ്ഥലത്തും ബെൽ സ്വിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബെൽ സ്വിച്ചിന് നമുക്കറിയാം 2 പോളുകളുള്ളത്. അപ്പോൾ ഇത് റൂം 1, അതുപോലെ റൂം 2 അവിടെയും ഒരു ബെൽ സ്വിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് 2 പോളുകൾ. പിന്നെ വരുന്ന നമ്മളെ 2 വേ, സാധാരണ നമ്മൾ മാസ്റ്ററിന് 2 വേ സ്വിച്ചുകളാണ് വരുന്നത്. അപ്പോൾ അതിന് 3 പോളുകൾ. അങ്ങനത്തെ ഒരു തൽക്കാലം നമ്മൾ 2 സ്വിച്ചുകൾ തന്നെ കൊടുക്കാം. 2 2 വേ സ്വിച്ച് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ഇവിടെ നമ്മൾ ഫേസ് ന്യൂട്രൽ നേരെ മെയിൻ ഈ ഫേസിൽ നിന്നും നേരെ കാണുന്ന ഒന്നതിലേക്ക് നമ്മളൊരു ഫേസ് കണക്ഷൻ കൊടുത്തു. ഒന്നിലേക്ക് നമ്മൾ ഫേസ് കണക്ഷൻ കൊടുത്തു. അതുപോലെ ഈ A2 എന്ന പോയിന്റിലാണ് നമ്മൾ ന്യൂട്രൽ കൊടുക്കാറുള്ളത്. റിലേൻ്റെ A2 എന്ന പോയിന്റിലേക്ക് ഈ ഒരു ന്യൂട്രൽ കൊടുത്തു. പിന്നെ ഇതിൽ ബാക്കിയുള്ളത് A1 അതുപോലെ 2 എന്ന പോയിൻ്റ് ബാക്കിയുള്ളത്. അതുപോലെ നമ്മളെ മാസ്റ്ററിൻ്റെ നമ്മളെ ബെൽ സ്വിച്ചിൻ്റെ ഇന്ന് ഔട്ട്, അതുപോലെ നമ്മളെ മാസ്റ്ററിൻ്റെ 2 വേയിലെ 3 ലീഡുകൾ. സാധാരണ നമ്മൾ മാസ്റ്റർ ചെയ്യാറുള്ളത് മുകളിലത്തെ നിലയിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കാറുള്ളത്. മാസ്റ്റർ ലൈൻ അല്ലാത്ത സപ്ലൈ നമ്മൾ മുകളിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് നമ്മൾ മുകളിലേക്ക് 2 കൂടി കണക്ട് ചെയ്തു. അപ്പോൾ 2 വേറെ സ്ഥലത്താണ് ഇതുപോലെ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് കൊടുന്നാൽ മതി. അപ്പോൾ നമ്മൾ നേരെ നേരെ ലിങ്ക് ചെയ്തു എന്നുള്ളൂ. അതുപോലെ തന്നെ താഴത്തും മാസ്റ്റർ ലീഡാണ് വരാനുള്ളത്. അപ്പോൾ നമ്മൾ താഴത്ത് അതും ലിങ്ക് ചെയ്തു. മാസ്റ്ററിൻ്റെ ലീഡ് ഇത് തരാം. മാസ്റ്റർ ലൈന്, അതുപോലെ മേലെ EV ലൈന്, EV ലൈന്. പിന്നെ ഈ നടുഭാഗത്ത് നമ്മൾ കോമൺ സാധാരണ നമ്മൾ ചെയ്യുന്നതാണ്. കോമൺ ആണ് സെൻറ്ററിൽ. ഒന്നെങ്കിൽ സപ്ലൈ കൊടുക്കും. 2 വേ കണക്ഷനിലാകുമ്പോൾ സപ്ലൈയും ഒരു ഭാഗത്ത് സപ്ലൈയും മറ്റേ ഭാഗത്ത് ലീഡുമാണ് വരിക. ഇത് മാസ്റ്റർ ആകുമ്പോൾ സെൻട്രൽ ഭാഗത്താണ് ഇതിന് ലീഡ് വരാറുള്ളത്. ലീഡ് അപ്പോൾ ആദ്യം ലീഡ് പോയിൻ്റ് നേരെ കാണുന്ന ഔട്ടിലേക്ക് ഇതൊരു ബൾബിലേക്ക് കൊടുത്തു. ഇത് ഇവിടുന്ന് ബൾബിന് മറ്റേ എൻ്റെ ന്യൂട്രലിലേക്ക്. ഇത് നമുക്ക് എത്രയും ചെയിനായിട്ട് ബൾബ് കൊടുക്കാം. അപ്പോൾ 2 ബൾബാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ മെയിനായിട്ട് മാസ്റ്ററിൻ്റെ കണക്ഷൻ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാസ്റ്ററിൻ്റെ നമ്മളെ ലാച്ചർ റിലേയിൽ നിന്നും വരുന്ന ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, A1 എന്ന പോയിന്റിൽ നിന്നാണ് നമ്മൾ ബെൽ പുഷിലേക്ക് നമ്മൾ ബെല്ല് അമർത്തുമ്പോൾ ഒരു പൾസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ A1 എന്ന റിലേയിൽ A1 എന്ന പോയിൻ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബെൽ സ്വിച്ചിൻ്റെ മുകളിലാണ് ബെല്ല് അമർത്തുമ്പോൾ ഔട്ടായിട്ടാണ് ഇതിന് പൾസ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ബെൽ പുഷിൻ്റെ മുകളിലേക്കാണ് A1 എന്ന പോയിന്റിൽ പോകേണ്ടത്. അതുപോലെ തന്നെ ബെല്ലിലേക്കും ഒരു സപ്ലൈ വേണം. അത് നമുക്ക് ഈ ഫേസിൽ നിന്ന് എടുത്താൽ മതി.
നമ്മൾ നേരെ ഒരു എം സി ബി വഴിയാണ് നമ്മൾ റിലേച്ചറിലേക്ക് സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ ഈ ഫേസിൽ നിന്ന് നമ്മൾ ഈ സപ്ലൈ നേരെ ബെൽപുഷിൻ്റെ താഴോട്ടും കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ റഫായിട്ടാണ് വരക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമ്മൾ റഫായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ ബാക്കിയുള്ളത് 2 എന്ന ടെർമിനലാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളെ 2 വേയിലേക്ക് തന്നെ ഇപ്പോൾ സപ്ലൈ മുകളിലെ ലൈൻ ആയിട്ടുണ്ട്, അതുപോലെ മാസ്റ്റർ ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഈ മാസ്റ്റർ ലൈനിനെ നേരെ നമ്മൾ റിലേയുടെ 2 എന്ന ടെർമിനലിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത്രയുള്ള കണക്ഷൻസ്. ഇതിൽ നമ്മൾ സാധാരണ EB ലൈൻ അതുപോലെ ഇൻവെർട്ടർ ലൈൻ നമ്മൾ സാധാരണ കൊടുക്കാറുള്ളൂ. മാസ്റ്ററിന് ഉപയോഗിക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇൻവെർട്ടർ ലൈൻ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം കറണ്ടില്ലാത്ത സമയത്ത് അതുപോലെ നമ്മൾക്ക് സപ്ലൈ ഓഫായി കിടക്കുന്ന സമയത്തൊക്കെ ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ടതാണ് മാസ്റ്ററിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ഇൻവെർട്ടർ ലൈനിലായിരിക്കണം, ഇൻവെർട്ടറിലെ വീടുകളാണ് ഇൻവെർട്ടർ ലൈനിൽ തന്നെ ആയിരിക്കണം ഈ മാസ്റ്റർ ലൈനുകളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുള്ളൂ കാര്യങ്ങൾ. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ലാച്ചറിലേക്ക് നമുക്ക് 4 പോയിൻറ്റുകളാണുള്ളത്. ഒന്ന് ടെർമിനൽ A1 എന്ന ടെർമിനൽ, അതുപോലെ A2 ടെർമിനൽ, താഴത്ത് 2 എന്ന ടെർമിനൽ. അപ്പോൾ നേരെ ഫേസ് 1 എന്ന പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഫേസ് ഒരു MCB വഴി നമുക്ക് A1 എന്ന പോയിൻറ്റിലേക്ക് കൊടുക്കുന്നു. അതിൽ നിന്നാണ് നേരെ എടുത്ത് നമ്മൾ ബെൽപുഷിൻ്റെ താഴെയുള്ള സപ്ലൈ, അതും നമ്മൾ ആ ഫേസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫേസ് ഇൻവെർട്ടറിൽ കൊടുക്കണം, അതുകൂടി ശ്രദ്ധിക്കണം. പിന്നെ വരുന്ന A1 എന്ന പോയിൻ്റാണ്. ലാച്ചറിയിലെ A1 എന്ന പോയിൻ്റ് നേരെ നമ്മളെ ബെൽപുഷിൻ്റെ ഔട്ടിലേക്ക്, ബെൽപുഷ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഔട്ടായി ലഭിക്കുന്ന പോയിൻ്റാണ് ഈ A1 കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ 2 വേ കണക്ഷൻസ്, സാധാ മാസ്റ്ററിൻ്റെ 2 വേ കണക്ഷൻ വരുന്ന, അതുപോലെ താഴത്ത് മാസ്റ്ററിൻ്റെ ലൈന്, അതുപോലെ മുകളിലാണ് നമ്മൾ സപ്ലൈ ലൈൻ കൊടുക്കുന്നത്. സെൻട്രലിൽ ലീഡ് നമ്മൾ ബൾബ്, ഫാന് മുതലായ എന്തും നമുക്ക് മാസ്റ്ററിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 ബൾബാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ലീഡ്, താഴെ ഈ മാസ്റ്റർ ലൈൻ നേരെ പോയിട്ട് നമ്മളെ റിലേയുടെ താഴെ ഭാഗത്തെ 2 എന്ന ടെർമിനലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ A2 എന്ന ടെർമിനൽ ഡയറക്റ്റും ഡയറക്റ്റ് ഒരു ന്യൂട്രൽ പോയിൻ്റ് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇതിൽ ഒരു പോയിൻ്റ് വരുന്നുണ്ട്, ഒരു ഇൻഡിക്കേറ്റർ. സാധാരണ നമുക്ക് ഈ ബെൽപുഷിൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവും, അതല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തൊരു ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കണക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളെ റിലേയുടെ താഴത്തുനിന്നും ഈ 2 എന്ന ടെർമിനലിൽ നിന്നാണ് ബെൽപുഷിലേക്ക് നമ്മളെ ഇൻഡിക്കേറ്ററിലേക്കുള്ള സപ്ലൈ എടുക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെയുള്ള ന്യൂട്രൽ നമുക്ക് കോമൺ ആയിട്ട് ലൈറ്റിലേക്ക് കൊടുത്താൽ മതി. നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ലീഡ് വയർ നമ്മൾ DBയിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നില്ല. നമ്മളെ സ്വിച്ച് ബോർഡിൽ 2 വേ ഇതുപോലെ 2 വേ ഉണ്ടെങ്കിൽ 2 വേൻ്റെ താഴത്ത് മാസ്റ്റർ ലൈൻ കൊടുത്ത ആ വയറിലേക്ക് കൂടി കണക്ട് ചെയ്താലും ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും. സംഭവം നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ലാച്ചിനിലെ A1 എന്ന പോയിന്റിൽ നമ്മൾ ഫേസിൽ നിന്ന് നേരെ ഒരു MCB വഴി കണക്ട് ചെയ്തിട്ടാണ് A1 പോയിന്റ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നേരെ ആ ലൈൻ തന്നെ നമ്മൾ നേരെ ബെൽപുഷിൻ്റെ താഴോട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ A1 എന്ന് പറഞ്ഞ പോയിന്റ് ബെൽപുഷിൻ്റെ ഔട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ A2 പറഞ്ഞ പോയിന്റ് ന്യൂട്രലാണ്. ന്യൂട്രൽ നേരെ ഡയറക്റ്റ് നമ്മൾ DBയിലെ ന്യൂട്രലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 എന്ന പോയിൻ്റാണ്. 2 എന്ന പോയിന്റ് നേരെ എന്നിട്ട് നമ്മളെ 2 വേ കണക്ഷൻസിൻ്റെ മാസ്റ്റർ ലൈനിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ സെൻട്രലിൽ നമ്മൾ ബൾബിലേക്ക് ലീഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലെ പോയിൻ്റ് നമ്മൾ സപ്ലൈ EB സപ്ലൈ, നമ്മൾ ഇൻവെർട്ടർ സപ്ലൈ ആണ് മുകളിലെ ലൈൻ കൊടുക്കുന്നത്. അത് സ്വിച്ച് ബോർഡിൽ നിന്ന് എടുക്കാം, അതുപോലെ അല്ലെങ്കിൽ DBയിലേക്ക് തന്നെ ലൈന് DBയിലേക്ക് കൊണ്ടുപോകാം. സാധാരണ എല്ലാ സ്വിച്ച് ബോർഡിലും ഒരു ഇൻവെർട്ടർ സപ്ലൈ ഉണ്ടാകും, അപ്പോൾ അതിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമ്മളെ ലാച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.